നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരെ മൊത്തം കുറ്റം പറയാനൊന്നും പറ്റില്ല കൃഷ്ണൻകുട്ടി. പ്രശ്നം അവരുടെ അല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആ കുട്ടിക്ക്. അവളുടെ സംസ്കാരം വേറെയല്ലേ? ചായ കൊടുക്കേ. ചായ വിത്തൗട്ട് ചായ. ചായ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആയി. അല്ല, മോന്റെ അച്ഛൻ രംഗേട്ടൻ മരിച്ചിട്ട് വർഷം കുറയായി. അതില് പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടനാ എന്നെ മോനെ നോക്കിയിരുന്നേ. ഓ, മോന്റെ മുഴുവൻ പേരെന്താ? രാജീവ് രംഗനാഥ്. രാജീവ് സാർ. ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയ അപ്പൊ ഞങ്ങള് തിരിച്ച് തക്കലയ്ക്ക് വണ്ടി കയറിക്കോളാം. ഏയ്, അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല. അച്ഛനമ്മമാരും കാരണവന്മാരും ഒക്കെ കൂടെ ജീവിക്കുന്നത് നല്ലതെന്ന ഞങ്ങളുടെ അഭിപ്രായം. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നേർവഴി കാട്ടാനും ഉപദേശിക്കാനും ഒക്കെ ആള് വേണമല്ലോ. അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഏട്ടാ. ഏയ്, ഇനി അങ്ങനെ പ്രശ്നം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരലമ്പ് കേസിലാ ഇവൻ ചെന്ന് തലയിട്ടത്. ഇങ്ങനെയുണ്ടോ ഒരു പെണ്ണ് ലോകത്തില്? വളർത്തു ദോഷമെന്ന് പറഞ്ഞാ മതി. അവളുടെ അമ്മയ്ക്കുണ്ട് ഒരു കുടുംബജീവിതം. തല്ലും ബഹളവുമായിട്ട് കെട്ടിയോനെ ഇറക്കി വിട്ടു. അത് കണ്ടല്ലേ അവളും വളരൂ. അയാളാണെങ്കി വേറൊരു സ്ത്രീയുടെ കൂടെ മനസമാധാനമായിട്ട് ജീവിക്കുക. തറവാടിത്തവും ഒന്ന് പ്രധാനമാണേ. അമ്മയെ കണ്ടുവേണം പെൺകുട്ടികളെ എടുക്കാനെന്നാ പണ്ടുള്ളവര് പറയുന്നേ. ദേ നിൽക്കുന്നു കരുണാകരന്റെ ഭാര്യയെ കണ്ടില്ലേ? ആ ഐശ്വര്യവും തറവാടിത്തവും സൽസ്വഭാവവും എല്ലാം കുട്ടിക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാ. നമ്മള് തമ്മിൽ ഇങ്ങനെ ഓരോ ഊഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറുക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കട്ടെ, എന്നിട്ട് അവരായിട്ടൊരു തീരുമാനത്തിലെത്തട്ടെ. അതെ. ഇതിനു മുമ്പ് ഒരാളുടെ ബൈക്കിലേ ഞാൻ കേറിയിട്ടുള്ളൂ, രാജീവ് സാറിന്റെ. ഇപ്പോഴും രാജീവുമായി ശാരിക അകൽച്ചയിലാണല്ലേ? പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ അതിനുള്ള സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു രോഹിത്. ഏറെ ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞു. ശാരദമ്മയ്ക്ക് 3 മക്കളുണ്ടെന്ന് അറിയാമെങ്കിലും ശാരിക ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പഞ്ചകൈലാസിൽ വെച്ചാ. അന്ന് ശാരിക ശാരദമ്മയുടെ മകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മാസങ്ങൾ നീണ്ട കിടപ്പിനൊടുവിൽ ദാഹിച്ച് തൊണ്ട വരണ്ട് ഇത്തിരി കുടിവെള്ളത്തിനായി ചുറ്റും പരതിയപ്പോ പ്രാണവെപ്രാളത്തോടെ കട്ടിലിന്ന് ചാടി എഴുന്നേക്കുന്ന ഒരു പെൺകുട്ടി.
അതായിരുന്നു ആദ്യ കാഴ്ച. ഇവളെന്നെ അപകടത്തിലാക്കുമെന്നാ ആദ്യം ചിന്തിച്ചത്. പക്ഷേ അതൊരു രക്ഷയായി. തൊട്ടു പിന്നാലെ വിജയൻ തേടി വന്നപ്പോ മറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഞാനിപ്പോ ഈ ഭൂമുഖത്തുണ്ടാവുമായിരുന്നോ? മറ്റൊരു സാമ്യം കൂടി ഉണ്ട് രോഹിത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യം കാണുന്നത് രോഹിത്തിന്റെ മുഖമാണ്. ആ മുഖം തന്നെ ഭയപ്പെടുത്തി കളഞ്ഞു അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. പെട്ടെന്നൊരു അന്യപുരുഷനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോ, അതും ഞാൻ ഒറ്റയ്ക്ക്. എന്നിട്ടും ആ അന്യപുരുഷന് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ? വിജയൻ തോക്കിൻമുന നെറ്റിയിലേക്ക് ചൂണ്ടി എന്നെ അന്വേഷിച്ചപ്പോഴും വിട്ടുകൊടുക്കാതിരുന്നത് മറന്നുപോയല്ലേ? എനിക്കറിയില്ല, അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓ, ഞാൻ അങ്ങനെയാണ് രോഹിത്. സ്നേഹിച്ച ജീവൻ പോലും കൊടുക്കും. വെറുത്താലും അങ്ങനെ തന്നെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ അനുഭവമായിരുന്നു. മനസ്സും ഹൃദയവും കൊടുത്ത് സ്നേഹിച്ച പെൺകുട്ടി മടംപെട്ട ചെരുപ്പുകൊണ്ട് കൈകളിലൂടെ ചവിട്ടി ഓടിച്ച് കൊക്കയിലേക്ക് തള്ളുന്നതാണ് ബോധം അറ്റു വീഴുന്നതിന് മുമ്പ് അവസാനമായി കണ്ണിൽ പതിഞ്ഞ കാഴ്ച. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു കൊക്കയുടെ വിളമ്പിൽ തൂങ്ങിക്കിടന്ന ആ നിമിഷം എൻ്റെ അമ്മയൊഴികെ ഈ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഞാൻ ശപിച്ചു. അവർ വെച്ച് നീട്ടുന്ന പ്രണയത്തെ, സ്നേഹത്തെ, കാപട്യങ്ങളെ, കൗശലങ്ങളെ എല്ലാം. മാസങ്ങൾ നീണ്ട സുദീർഘമായ ഒരു നിദ്ര, എൻ്റെ പുനർജന്മം. അതിൽ ആദ്യം കണ്ട അന്നേ വരെ അപരിചിതയായിരുന്നൊരു പെൺകുട്ടി എൻ്റെ ജീവൻ രക്ഷിക്കുന്നു. പകരം അവളുടെ ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാകുന്നു. അതും ഒരു പ്രതിഫലേച്ഛയില്ലാതെ. എന്തൊരു വൈരുദ്ധ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു ഭാര്യയെ ഒരാൾ എങ്ങനെ ഉപേക്ഷിച്ചു കളയും? എന്തുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു? സുസ്മിതയുടെ കാര്യത്തില് എനിക്ക് തിരിച്ചാണ് തോന്നുന്നത്. മനസ്സ് നിറഞ്ഞ സ്നേഹവുമായി പ്രാണം വരെ കാൽ ചൂട്ടി വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പുരുഷൻ. ഒരിക്കലയാൾ വഞ്ചിക്കപ്പെട്ടു. സ്വന്തം അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയാണെന്ന് അറിഞ്ഞിട്ടും ക്ഷമിച്ചു. വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായി. വെറുപ്പോടെയും പുച്ഛത്തോടെ അകറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴും സ്നേഹിച്ചതേ ഉള്ളൂ. എന്നും സ്നേഹിക്കുക മാത്രം ചെയ്ത ഒരാൾ. അയാളെ കൊല്ലാനെന്നല്ല, ആ കാലിൽ ഒരു മുള്ളു കൊള്ളാൻ പോലും ആഗ്രഹിക്കുവോ ഹൃദയമുള്ളൊരു പെൺകുട്ടി? അർഹതയുള്ള പാത്രത്തിലെ വിളമ്പാവെന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ പറയുമായിരുന്നു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി ശാരികെ. ആ തെറ്റ് തിരുത്താൻ പോവാ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.